ഹായ് നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ മനസ്സമാധാനം എങ്ങനെ സംരക്ഷിക്കുക എന്നതിനെ കുറിച്ചുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഈ അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുക. അനാവശ്യ തർക്കങ്ങൾ ഉദ്ദേശിച്ചത് ചില ആൾക്കാർക്ക് അവർ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വിജയിക്കാൻ വേണ്ടിയിട്ട് പല വഴികളും അവർ നോക്കും. അവരോടൊക്കെ നമ്മൾ മത്സരിക്കാൻ നിന്നാൽ നമ്മുടെ മനസ്സമാധാനം നഷ്ടമാവും. അതിന് പകരം അവർ പറയുന്നത് ചിലപ്പോൾ കറക്റ്റല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ നമ്മളത് സമ്മതിച്ചു കൊടുക്കുക. നമുക്കത് കറക്റ്റല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നെ നമ്മളത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നിൽക്കേണ്ട. ഇങ്ങനെ അവസാനം നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തർക്കങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ മനസ്സമാധാനം അവിടെ നഷ്ടമാവും. മറ്റൊരു കാര്യമാണ്, നമ്മളെ എത്ര തന്നെ വലിയ പ്രശ്നത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാലും നമുക്ക് മാനസിക സമ്മർദ്ദം ആ സമയത്ത് അനുഭവപ്പെട്ടാലും നമ്മൾ കാമായിട്ടിരിക്കുക. ഈ സമയവും കടന്നു പോകും. ഇത് 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് അതിനപ്പുറമൊന്നും ഈ പ്രശ്നങ്ങൾ നീണ്ടു പോകില്ല. ഈ അവസ്ഥയും കഴിഞ്ഞു പോകും. ഈ നമ്മളിപ്പോൾ എന്ത് സാഹചര്യമാണോ നേരിടുന്നത് ഈ സമയം കടന്നു പോകുമെന്ന് മനസ്സിനെ ശാന്തമായിട്ട് പറഞ്ഞു പഠിപ്പിക്കുക. നമ്മൾ അത് 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് അതിനുള്ള അല്ലെങ്കിൽ ഒരു മാസം, ഈ കുറച്ച് സമയം നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്കുള്ള ഒരു അറുതി വരും. ഈ സമയമൊക്കെ കടന്നു പോയിട്ട് നല്ലൊരു കാലം വരും എന്നുള്ള ഒരു മനസ്സിൽ ഒരു ആത്മവിശ്വാസം കൊടുക്കുക. ഈ സമയവും കടന്നു പോകും എന്ന് നമ്മൾ മനസ്സിനെ വെറുതെ ഇട്ട് അതിൻ്റെ ആ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ ഈ സമയവും കടന്നു പോകുമെന്ന് നമ്മളെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. കാമായിട്ട് കൂളായിട്ടിരിക്കുക നമ്മളെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴായിരുന്നാലും നമ്മളൊരു പ്രശ്നത്തിൽ പെട്ട് കഴിയുമ്പോൾ തന്നെ മനസ്സ് കലങ്ങി മറിഞ്ഞിരിക്കും. ആ സമയത്ത് നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിച്ച് ഒരു 5 മിനിറ്റ് എടുത്ത് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. ശ്വാസത്തിൽ ശ്രദ്ധിച്ച് ശ്വാസം മുകളിലോട്ട് എടുക്കുകയും താഴോട്ട് വിടുകയും ചെയ്യുക. അപ്പോൾ ഈ ബ്രീത്തിങ് എക്സസൈസ് നമ്മുടെ സമാധാനം കിട്ടാൻ ഏറ്റവും വലിയൊരു ടിപ്പ് തന്നെയാണ്. ഒരു ആശ്വാസം ലഭിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്. ചിന്തകളും നമ്മുടെ പരിധിയിൽ വരും. മറ്റേത് നമ്മുടെ ഈ ചിന്തകൾ നമ്മളിങ്ങനെ കയറൂരി വിട്ടിരിക്കുകയാണ്. നമുക്ക് അനാവശ്യമായിട്ട് ഒരുപാട് ചിന്തകൾ പിറക്കെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ അനാവശ്യ കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്തകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോഴും നമുക്ക് ഒരുപാട് മനസ്സമാധാനം ഇല്ലാത്ത കാര്യങ്ങളിലേക്കായിരിക്കും നമ്മുടെ ശ്രദ്ധ ചെന്നെത്തുന്നത്. ഇതിന് പകരമായിട്ട് നമ്മൾ ചിന്തകളെ ശ്രദ്ധിക്കുമ്പോൾ ഒന്ന് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തകളെ ശ്രദ്ധിക്കുകയും നമ്മുടെ മനസ്സ് നമ്മുടെ കൺട്രോളിൽ വരികയും ചെയ്യും. ഇതൊരു നല്ല എക്സസൈസാണ്. കാര്യമാണ് നമ്മുടെ സമാധാനം ലഭിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇല്ലാത്തതിനെ കുറിച്ച് ആലോചിച്ച് ആകുലപ്പെടാതെ നമ്മൾ ഉള്ളതിനെ എന്താണോ അതിനെ ആഘോഷമാക്കി കൊണ്ടുപോകുക. അതോടൊപ്പം തന്നെ ആ ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുക. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നമുക്ക് അത്രയും നല്ല മനസ്സമാധാനം കിട്ടാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ നന്ദി പറച്ചിലെന്ന് പറയുന്നത്. ഉള്ള കാര്യങ്ങളിൽ നന്ദി പറയുന്നത് നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ വരാനും നമുക്ക് നല്ല മനസ്സമാധാനം കിട്ടാനും ഏറ്റവും ബെറ്ററാണ്. നമ്മൾ ഈ കമ്പാരിസനൊക്കെ ഒഴിവാക്കുമ്പോൾ നമുക്ക് ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുകയില്ല. അപ്പോൾ നമ്മൾ ഉള്ള കാര്യങ്ങളിൽ നമുക്ക് നന്ദി പറയുമ്പം കൂടുതൽ അനുഗ്രഹം കിട്ടുകയും അതുപോലെ തന്നെ നമുക്ക് നല്ല മനസ്സമാധാനം കിട്ടുകയും ചെയ്യും. അത് അത്രയും ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സമാധാനം സന്തോഷമൊക്കെ കിട്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ കൊടുക്കുന്നതിലൂടെ നമ്മുടെ ഹാപ്പി ഹോർമോണായ ഡോപ്പമീനും ഓക്സിറ്റോസിനൊക്കെ ഉൽപ്പാദിക്കപ്പെടുകയും നമുക്ക് കൂടുതൽ സന്തോഷം ലഭിക്കുകയും ചെയ്യും. നമ്മൾ മനസ്സറിഞ്ഞ് കൊടുക്കുക എന്ന് പറയുന്നത് എന്തായിരുന്നാലും മതി. ഇപ്പം നമ്മുടെ കയ്യിലുള്ള ചെറിയ കാര്യങ്ങൾ എന്തായിരുന്നാലും നമ്മൾ ഇത് മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് നോക്കും. നല്ല സന്തോഷത്തോടെ ഷെയർ ചെയ്ത് നോക്കും. നമുക്ക് നല്ല സന്തോഷം ലഭിക്കുകയും മനസ്സമാധാനം ലഭിക്കുകയും ചെയ്യും. ഇനി നമ്മുടെ കയ്യിൽ പണമായിട്ട് തന്നെ വേണമെന്നില്ല. ഒരു ചെറിയ പുഞ്ചിരിയിലൂടെ ആയിരുന്നാലും അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളിലൂടെ ആയിരുന്നാലും അവർക്കൊരു സഹായം ചെയ്തു കൊടുത്താൽ മതി. എന്തെങ്കിലും ഒരു ചെറിയ സഹായം അവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുത്താൽ മതി. അത് നമുക്ക് നല്ലൊരു സന്തോഷവും സമാധാനം കിട്ടുന്ന ഒരു കാര്യമാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തോ ഒരു ചെറിയ സഹായം അവർ തിരിച്ച് സഹായിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കാതെ ഈ നമ്മളെ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ആ കാര്യം ചെയ്തു കൊടുക്കുക. ഫലം നമ്മുടെ ദൈവം അത് നമുക്ക് വേണ്ട സമയത്ത് തന്നോളുന്ന ഉറച്ച വിശ്വാസത്തോടെ നമ്മളൊരു കാര്യം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. അത് നമുക്ക് നല്ല രീതിയിൽ മനസ്സമാധാനം സന്തോഷമൊക്കെ കിട്ടുന്ന ഒരു കാര്യമാണ്. അതായത് മറ്റുള്ളവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയും. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. നമ്മുടെ അതിൻ്റെ ഫലം അവർ തന്നെ തരണമെന്നില്ല. തിരിച്ച് നമ്മുടെ ദൈവം നമുക്ക് വേണ്ട സമയത്ത് തരുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ഒരു കാര്യം ഒരാൾക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് നല്ലൊരു മനസ്സമാധാനം സന്തോഷം കിട്ടുന്ന കാര്യമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.